BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സന്ദർശക വിസയിലെത്തിയവർക്ക് ജോലി മാറ്റം അസാധ്യമായത് ബഹ്റൈനിലെത്തുന്ന തൊഴിൽ അന്വേഷകർക്ക് വലിയ തിരിച്ചടിയാവുന്നു. രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ പലതിലും ഒഴിവുകളുണ്ടെങ്കിലും പുതിയ നിയമം അനുസരിച്ച് സന്ദർശക വിസയിൽ എത്തിയവർക്ക് റെസിഡൻസ് പെർമിറ്റിലേക്ക് മാറാൻ സാധിക്കില്ല. അതിനാൽ കമ്പനികൾ തൊഴിൽ റിക്രൂട്ട്മെന്റുകൾ നാട്ടിലുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയാണ്. നിലവിലെ നിയമം അനുസരിച്ച് ഏതെങ്കിലും കമ്പനികളിൽ ഉദ്യോഗാർത്ഥിയുടെ ഒഴിവ് വരികയാണെങ്കിൽ ആ ഒഴിവിൽ സ്വദേശികളെ പരിഗണിക്കുകയും യോഗ്യരായവരെ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ മറ്റ് രാജ്യക്കാരെ എടുക്കാവൂ എന്നാണ് വ്യവസ്ഥ. ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് ഇക്കാര്യം കാണിച്ച് ബഹ്റൈനിലെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയും വേണമെന്നത് നിർബന്ധമാണ്. പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ ടെസ്റ്റും നിർബന്ധമാണ്. കേരളത്തിലടക്കമുള്ള വിവിധ ജില്ലകളിലെ ആശുപത്രികളെയും ഇക്കാര്യത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവിദഗ്ധ തൊഴിൽ മേഖലയിൽ നിരവധി അവസരങ്ങളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് നിരവധി തൊഴിൽ അവസരങ്ങളാണുള്ളത്. പൊറോട്ട മേക്കർമാർ, എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവർ തുടങ്ങിയ മേഖലകളിലാണ് വലിയ ആവശ്യക്കാരുള്ളത്. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന കാര്യം പരിഗണിക്കാമെന്ന് ഇൻഡിഗോ മാനേജ്മെന്റ് അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് കത്തയച്ച ഷാഫി പറമ്പിൽ എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഇൻഡിഗോ ഇക്കാര്യം വ്യക്തമാക്കിയത്. ശീതകാല ഷെഡ്യൂളിംഗാണ് പരിഗണന. ബഹ്റൈനും കൊച്ചിക്കും ഇടയ്ക്കിൽ കേരളീയർ അടങ്ങുന്ന ബഹ്റൈനിലെ പ്രവാസി സമൂഹം വിമാന സർവീസുകളുടെ കുറവ് മൂലം കഷ്ടത അനുഭവിക്കുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശീതകാല ഷെഡ്യൂളിൽ ഗൾഫ് എയർ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ദിവസത്തിൽ നിന്ന് ആഴ്ചയിൽ 4 എണ്ണമായി കുറച്ചതും എയർ ഇന്ത്യ എക്സ്പ്രസും ഈ റൂട്ടിൽ പ്രവർത്തനം കുറച്ചതും ചൂണ്ടിക്കാട്ടിയിരുന്നു. അധിക ഫ്ലൈറ്റുകൾ അനുവദിക്കുന്നതും പ്രത്യേകിച്ച് വൈകുന്നേരം സർവീസ് തുടങ്ങുന്നതും യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും കൊച്ചി വഴിയുള്ള മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളുമായുള്ള ബന്ധം ഉറപ്പാക്കുമെന്നും ഫസലുൽ ഹക്കും നിസാർ കുന്നംകുളത്തിലും പറഞ്ഞു. നിർദ്ദേശങ്ങളെ വിലമതിക്കുന്നതായും ശീതകാല ഷെഡ്യൂളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഇൻഡിഗോ അറിയിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ബഹ്റൈൻ താഴ്ന്ന വരുമാനക്കാർക്കായി സംഘടിപ്പിച്ച സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളുടെ ബിരുദാനന്ദ ചടങ്ങ് നടന്നു. 2 മാസം നീണ്ടുനിന്ന ക്ലാസുകൾ ബഹ്റൈനിൽ താമസിക്കുന്ന ഏത് രാജ്യങ്ങളിലെയും താഴ്ന്ന വരുമാനക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ചെലവേറിയ പരിശീലന സ്ഥാപനങ്ങളുടെ ഫീസ് താങ്ങാൻ പറ്റാത്തവർക്കായാണ് ILAയുടെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രൊജക്ടുകളുടെ ഭാഗമായി ഇത് സംഘടിപ്പിച്ചത്. ഇംഗ്ലീഷിൽ അടിസ്ഥാന ആശയവിനിമയ വൈദഗ്ധ്യം നേടുന്നതിന് സഹായിക്കുക, ജോലിയിലും സാമൂഹിക ഇടപെടലുകളിലും കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ പ്രാപ്തരാകുക എന്നിവയാണ് ലക്ഷ്യം. ബിരുദാനന്ദ ചടങ്ങിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് മുഖ്യ അതിഥിയായി. ചടങ്ങിൽ മാക്സ്വെൽ ലീഡർഷിപ്പ് സർട്ടിഫൈഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മിസ്റ്റോസിൻ അരവോജോലു, ബഹ്റൈൻ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഡോക്ടർ ഷംലെ പി ജോൺ എന്നിവരും പങ്കെടുത്തു. സുസ്തി, ഡോക്ടർ റൂബി, നിഷ, സിസ്ലിയ എന്നിവരുൾപ്പെടെ വിദഗ്ധരായ അധ്യാപകരാണ് പരിശീലനം നൽകിയത്. ബിരുദാനന്ദ ചടങ്ങിൽ പഠിതാക്കൾ തന്നെ ഇംഗ്ലീഷിൽ പരിപാടി നിയന്ത്രിച്ചു. ഭാഷാ വൈദഗ്ധ്യവും നേതൃത്വശേഷിയും വളർത്തിയെടുക്കാൻ പഠിതാക്കൾക്ക് കഴിഞ്ഞതായും ILA ഭാരവാഹികൾ പറഞ്ഞു. IYCC ബഹ്റൈൻ മ്യൂൺ ടുബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന തൃശൂർ പുള്ളു സ്വദേശി ലാൽസൺ പുള്ളിന്റെ 5ാം ചരമവാർഷികം IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സംഗമത്തിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ആക്ടിംഗ് ട്രഷറർ മുഹമ്മദ് ജസീൽ നന്ദിയും അറിയിച്ചു. ബഹ്റൈനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഹാർട്ട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 60ഓളം ആളുകളെ ഉൾപ്പെടുത്തി ബസ് ട്രിപ്പ് സംഘടിപ്പിച്ചു. യാത്രയിൽ ബഹ്റൈനിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഹാർട്ട് ഗ്രൂപ്പ് 7ാം വാർഷികമായ ഹാർട്ട് ഫെസ്റ്റ് ഡിസംബർ 27 ബാങ് സാങ് തായ് റെസ്റ്റോറൻറ്റിൽ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം IYCC ബഹ്റൈൻ സ്വാഗതം ചെയ്തു. മതേതര ജനാധിപത്യ ആശയങ്ങളിൽ ആകൃഷ്ടരായി യുവതലമുറയടക്കമുള്ള പൗരന്മാർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് ആശാവഹമാണെന്നും IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ആക്ടിംഗ് ട്രഷറർ മുഹമ്മദ് ജസീൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസിൽ ഇന്നും മോചന ഉത്തരവ് ഉണ്ടായില്ല. കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെച്ചു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ മാസം 21 നടന്ന സിറ്റിംഗിലാണ് കേസ് പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ വാഹിദിന്റെ വധശിക്ഷ കോടതി റദ്ദ് ചെയ്തിരുന്നു. ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിൽ എത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. തുടർന്നാണ് വധശിക്ഷ റദ്ദ് ചെയ്ത വിധിയെത്തിയത്. ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഇന്ത്യൻ വനിതകളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകവുമായി ഡൽഹി സുപ്രീം കോടതിയിൽ അഭിഭാഷകയും അറിയപ്പെടുന്ന അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമായ ഇടുക്കി സ്വദേശി അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഇന്ത്യൻ വനിതകളിൽ നല്ലൊരു ശതമാനവും
ങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരാണെന്നും അതേക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ഡിവൈൻ ഗ്രീഡ് ദ പവർ ഓഫ് വുമൺസ് വിൽ എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ദീപ പറഞ്ഞു. സ്വയം കണ്ടെത്തുക എന്ന തലത്തിലേക്ക് ഒരു സ്ത്രീയെ എത്തിക്കുക എന്നതാണ് പുസ്തകത്തിൻ്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. സ്ത്രീകളുടെ മൗലികാവകാശങ്ങൾ കൂടാതെ വിവാഹം, വിവാഹമോചനം, സ്ത്രീധനം, പീഡനം, സ്ത്രീകളുടെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന കോടതി വിധികൾ എന്നിവയും പുസ്തകം ചർച്ച ചെയ്യുന്നു. നിയമസംരക്ഷണത്തിന് പ്രതീക്ഷ നൽകുന്ന പുസ്തകമാണ് ദീപ ജോസഫിൻ്റെതെന്ന് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ, ഡോക്ടർ CV ആനന്ദബോസ്, TP ശ്രീനിവാസൻ എന്നിവരും അഭിപ്രായപ്പെട്ടു. അയ്യപ്പ ഭക്തർക്ക് യാത്രാ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ സർവീസ് ക്രമീകരിച്ച KSRTC ആദ്യഘട്ടത്തിൽ 383 ബസ്സും രണ്ടാം ഘട്ടത്തിൽ 550 ബസ്സുകളും സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഓരോ മിനിറ്റിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തിരക്കനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഓടിക്കും. 192 ബസ്സുകളാണ് ചെയിൻ സർവീസിനായി നിലവിൽ പമ്പയിൽ എത്തിച്ചിട്ടുള്ളത്. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെയാണ്. ശനിയാഴ്ച 1000-ലധികം ട്രിപ്പുകൾ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസ് നടത്തി. സംസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്നു. പുതിയ സ്റ്റോക്ക് എത്താത്തതാണ് കാരണം. പ്രധാന സ്ഥാപനങ്ങൾ വാക്സിൻ ഉൽപ്പാദനം തൽക്കാലത്തേക്ക് നിർത്തിയെന്നാണ് വിവരം. കരളിനെ ഗുരുതരമായി ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് B രോഗത്തെ പ്രതിരോധിക്കാനാണ് വാക്സിൻ നൽകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ പ്രധാനമാണ്. സ്റ്റോക്ക് തീർന്നതോടെ പലയിടത്തും പ്രതിരോധ കുത്തിവയ്പ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയുമുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, വിദേശത്ത് ജോലിക്ക് പോകുന്നവർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ നിർബന്ധമാണ്. 3 ഡോസ് വാക്സിനാണ് നൽകുന്നത്. ഒന്നാമത്തേത് എടുത്ത് 1 മാസം കഴിഞ്ഞും പിന്നീട് 6 മാസം കഴിഞ്ഞുമാണ് വാക്സിനേഷൻ. 5 വർഷം കഴിഞ്ഞ് പിന്നീട് ബൂസ്റ്റർ ഡോസ് എടുക്കണം. ഗവൺമെൻറ് ആശുപത്രികളിൽ കുറേ കാലമായി വാക്സിൻ ലഭ്യമല്ല. ചില ആശുപത്രികളിൽ കുട്ടികൾക്കുള്ള വാക്സിൻ മാത്രമാണ് അവശേഷിക്കുന്നത്. വാക്സിൻ കാര്യക്ഷമമായതിനെ തുടർന്ന് ഹെപ്പറ്റൈറ്റിസ് B ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായിരുന്നു. അതേസമയം സംസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് Aയും വ്യാപകമായി പടരുകയാണ്. കഴിഞ്ഞ വർഷം 6424 പേർക്കാണ് സംസ്ഥാനത്ത് രോഗബാധയുണ്ടായതെങ്കിൽ ഈ വർഷം 24,000 ഉയർന്നു. കഴിഞ്ഞ വർഷം 14 പേർ മരിച്ചപ്പോൾ ഈ വർഷം ഇതുവരെയുള്ള മരണസംഖ്യ 82 ആണ്. സമീപകാലത്ത് രോഗബാധ കുതിച്ചുയർന്നത് വൈറസിന്റെ ജനിതക ഘടനയിൽ മാറ്റം വന്നത് മൂലമാണെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. അതേസമയം വൈറസിന്റെ ജനിതക ഘടനയിൽ മാറ്റം വന്നിട്ടില്ലെന്നും നേരത്തെയുള്ള ജീനോടൈപ്പ് തന്നെയാണെന്നും പുനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രാഥമിക പഠനം വ്യക്തമാക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.